വെൽക്കം ടു നിങ്ങൾക്കുമാകാം ഓഫീഷ്യൽ. ഇന്ന് നമ്മളോടൊപ്പം ഹോട്ട് സീറ്റിലുള്ളത് അച്യുതൻ. അച്യുതനെ നമുക്ക് പരിചയപ്പെടാം. അച്യുതൻ എവിടെ നിന്ന് വരുന്നു? എവിടെ? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് എവിടെയാണ് വീട്? ഇങ്ങോട്ട് നോക്കൂ. ആന അറയിലാണോ? അച്യുതന്റെ കൂടെ ആരാണ് വന്നിട്ടുള്ളത്? ചേട്ടന്റെ പേര് പറയും. ആദിത്യൻ എന്ന് പറയുന്ന ചേട്ടനാണ് അച്യുതന്റെ കൂടെ വന്നിട്ടുള്ളത്. ആദിത്യൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ. ആദിത്യന്റെ അച്യുതന് വേണ്ടി ആദിത്യനോട് ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ വീട് എവിടെയാണ്? ആനയറ. ആനയറ എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയുടെ അറ അല്ലേ? അല്ലേ? ശരിയല്ലേ? ആനയെ പിടിച്ചിട്ടിരിക്കുന്ന അറയുടെ പേരാണ് ആനയറ. ആനയറയിൽ നിന്നും വന്ന അച്യുതനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അച്യുതന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, അമ്മൂമ്മ. അമ്മ ഇപ്പല്ല. എവിടെ പോയി? പ്രാർത്ഥിക്കാൻ പോയോ? എവിടെ പ്രാർത്ഥിക്കാൻ പോയി? മധുരയിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി. എന്തിനു വേണ്ടി? അച്യുതൻ പോപ്പിൻസ് നേടാൻ വേണ്ടി അല്ലേ? നിങ്ങൾക്കുമാകാം പോപ്പീശ്വരനിൽ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ അച്യുതന് സ്വന്തമാകുന്നു ഒരു പോപ്പിൻസ് മിഠായി. ഒരു പാക്കറ്റ് പോപ്പിൻസ് മിഠായി അച്യുതന് സ്വന്തമാകും. അത് കിട്ടാൻ വേണ്ടി അമ്മൂമ്മ മധുരയിൽ പോയി പ്രാർത്ഥിക്കുകയാണ് അല്ലേ? അപ്പൂപ്പൻ വീട്ടിലില്ലേ? അപ്പൂപ്പൻ എവിടെ പോയി? കസിൻസിന്റെ വീട്ടിൽ അപ്പൂപ്പൻ പോയിരിക്കുന്നു. അപ്പൊ കസിൻസിനും എല്ലാവർക്കും എന്റെ ഉമ്മ. ചോദ്യത്തിലേക്ക് കടക്കാം. റെഡിയാണോ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ബോധി സ്കൂൾ. അപ്പോൾ വെറും ഒരു പോപ്പിൻസ് മുട്ടായിക്കുള്ള ആദ്യത്തെ ചോദ്യം തരട്ടെ? റെഡിയാണോ? ആദ്യത്തെ ചോദ്യം ഇതാ. 1നും 3നും ഇടയിലുള്ള ഒരു സംഖ്യ. ഓപ്ഷൻസ് തന്നാൽ മാത്രമേ ഉത്തരം പറയാവൂ. 1നും 3നും ഇടയിലുള്ള സംഖ്യ. 1നും 3നും ഇടയിലുള്ള ഒരു സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇതിന് അറിയില്ലെങ്കിൽ 3 ലൈഫ് ലൈനുകളുണ്ട്. അറിയാലോ? നിയമങ്ങളൊക്കെ അറിയാലോ? 3 ലൈഫ് ലൈനുകളുണ്ട്. അറിയാലോ? ഓക്കെ. ഏതൊക്കെ ലൈഫ് ലൈനാണെന്ന് പറയും. ലൈഫ് ലൈൻ ഏതൊക്കെയാണ്? യെസ്. പിന്നെ ഓഡിയൻസ് പോൾ. ഈ ഓഡിയൻസിന്റെ സഹായം ഉത്തരം അറിയില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഓപ്ഷൻ തരട്ടെ? 1നും 3നും ഇടയിലുള്ള ചോദ്യം. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 0. ലോക്ക് ചെയ്യാമോ? ഇതാ മണിക്കുട്ടി എത്തിക്കഴിഞ്ഞു. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യൂ ഗുരുജി. മണിക്കുട്ടി ഇവിടം വരെ എത്തി. അതിനു മുമ്പ് ഉത്തരം പറയാമായിരുന്നോ? ഞാൻ ലോക്ക് ചെയ്യാൻ താമസിച്ചു അല്ലേ? അതാണ് പ്രശ്നം. ഉത്തരം 2 ശരിയാണോ? കാരണം കൗണ്ടിങ് പഠിച്ചിട്ടുണ്ട്. കൗണ്ടിങ് പഠിച്ചപ്പോൾ അല്ല, പിന്നെ 1 2 3 എന്നുള്ളതാണ് ശരിയായ ഉത്തരം. കൗണ്ടിങ് പഠിച്ച അച്യുതന് ഒരു പോപ്പിൻസ് മുട്ടായി കിട്ടിയിരിക്കുന്നു. ഒരെണ്ണം. എല്ലാവരും ഒന്ന് കൈയടിച്ചു. ഇനി രണ്ടാമത്തെ എണ്ണം പോപ്പിൻസിനുള്ള അടുത്ത ചോദ്യം തരട്ടെ? റെഡിയാണോ? കാള പെറ്റു, കയറെടുത്തത് ആര്? കാള പെറ്റു, കയറെടുത്തത് ആര്? ഓപ്ഷൻസ് തരട്ടെ? ഓപ്ഷൻ എ പശു, ഓപ്ഷൻ ബി കഴുത, ഓപ്ഷൻ സി കറവക്കാരൻ, ഓപ്ഷൻ ഡി കുതിര.
ഓഡിയൻസ് പോളിൽ മണിക്കുട്ടി വരുന്നു. മണിക്കുട്ടി അവിടെ നിൽക്കൂ. ഓഡിയൻസ് പോളിന് പറഞ്ഞിരിക്കുകയാണ് കാള പെറ്റയുടൻ കയറെടുത്തു എന്നുള്ളത് ഓപ്ഷൻസ് ഓഡിയൻസ് പോളിന് വിട്ടിരിക്കുകയാണ് അച്യുതൻ ചെയ്തിരിക്കുന്നത്. ഓഡിയൻസ് പോളിൽ ഓഡിയൻസിന് വോട്ട് ചെയ്യാം. ഓഡിയൻസ് പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓഡിയൻസ് പോൾ വന്നു കഴിഞ്ഞു. 70% പറയുന്നത് കറവക്കാരൻ. ഓഡിയൻസിന്റെ കൂടെ പോകാമോ? 20% മാത്രമാണ് പശു കയർ. ഇതാ മണിക്കുട്ടി ഇവിടെ എത്തിയിരിക്കുന്നു. ഓഡിയൻസിന്റെ കൂടെ പോകാമോ? പോകാമോ? ലോക്ക് ചെയ്തിരിക്കുന്നു. മണിക്കുട്ടി തിരിച്ചു പോകൂ. അപ്പോൾ ഓഡിയൻസ് പറയുന്നു കറവക്കാരനാണ് കയറെടുത്തത്. കാരണം എന്തുകൊണ്ട് അതറിയാം. ഒരു കുസൃതി ചോദ്യമായി അച്യുതനോട് അല്ല ആദിത്യനോട് ഞാനത് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് കറവക്കാരൻ കാള പെറ്റു എന്ന് വിളിക്കുന്നത്? കയർ എടുക്കുന്നത് കാളക്കുട്ടി ഓടിപ്പോകാൻ. ചോദ്യം കൂട്ടുകാരനായ കാർത്തിക്കിന് കൊടുക്കുന്നു. ഉറക്കെ പറയൂ. പിന്നെ ആരാണ് കുഞ്ഞിനെ പ്രസവിക്കുന്നത്? പശുവാണ്. കാളയും പശുവുമുള്ള കുടുംബത്തിൽ ആകെ പ്രസവിക്കുന്നത് കാളയല്ല, പശുവാണ്. അതുകൊണ്ട് കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കറവക്കാരൻ എന്തിനാണ് കയറെടുക്കുന്നത്? കാരണം അങ്ങേർക്ക് ആ കയറെന്തിനാ എടുക്കുന്നതെന്ന് വെച്ചാൽ കറവക്കാരന് കറക്കാൻ അകിടില്ല. കാരണം കാളയ്ക്ക് അകിടില്ല. അതുകൊണ്ട് കറവക്കാരൻ കയറെടുത്ത് തൂങ്ങിച്ചാകാൻ പോകും. കാരണം പ്രസവിച്ച കാളയ്ക്ക് അകിടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കറക്കാനാവില്ല. ഉത്തരം ശരിയല്ലേ? ഓഡിയൻസിന്റെ കൂടെ പോയത് കൊണ്ട് അച്യുതന് 2 പോപ്പിൻസ് മുട്ടായിക്കുള്ള ഉത്തരം ശരിയാക്കി കഴിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ഇനി അടുത്ത ചോദ്യം തരട്ടെ. മൂന്നാമത്തെ പോപ്പിൻസ് മുട്ടായിക്കുള്ള അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. എസ് ആകൃതിയിൽ കഴിഞ്ഞ ദിവസം റോഡിൽ വീണു മരിച്ച പെൺകുതിരയുടെ പേര്. എസ് ആകൃതിയിൽ റോഡിൽ കുഴഞ്ഞു വീണു മരിച്ച പെൺകുതിരയുടെ പേര്. ഓപ്ഷൻസ് തരാം. എ യുറാനസ്, ബി നെപ്റ്റ്യൂൺ, സി പ്ലൂട്ടോ, ഡി വീനസ്. ഉത്തരം പറഞ്ഞു കൊടുക്കരുത്. ഇതാ മണിക്കുട്ടി വരുന്നു. 50-50 എടുക്കുന്നു. എന്തെങ്കിലും ചെയ്യൂ മണിക്കുട്ടി. ഓക്കെ, 50-50. മണിക്കുട്ടി ലോക്ക് ചെയ്തിരിക്കുന്നില്ല. മണിക്കുട്ടി ഇദ്ദേഹം 50-50 എടുത്തിരിക്കുകയാണ്. 50-50യിൽ അടുത്ത 2 എണ്ണം പോയിട്ട് ഞാൻ പറയാം. ഓപ്ഷൻ 2 എണ്ണം പോയി കഴിഞ്ഞു. ഇപ്പോൾ ശേഷിക്കുന്നത് വീനസ്, പ്ലൂട്ടോ എന്നീ 2. വീനസ് ആണോ പ്ലൂട്ടോയാണോ? ഏതാണ് ശരി ഉത്തരം? മണിക്കുട്ടി ഓടി തുടങ്ങി. അല്ല, പ്ലൂട്ടോ ആണോ? ഒന്നും കൂടെ ആലോചിക്കൂ. പ്ലൂട്ടോ അല്ല, വീനസ് ആണ്. ശരി, മണിക്കുട്ടി ഇത്ര അടുത്തെത്തിയപ്പോഴാണ്. മണിക്കുട്ടി ഇവിടെ നിൽക്കൂ. ലോക്ക് ചെയ്തിരിക്കുന്നു. മണിക്കുട്ടി തിരിച്ചു പോയിക്കൂ. വീട്ടോ എന്ന് പറഞ്ഞാൽ 2 കൂടെ മിക്സ് ചെയ്ത് പറഞ്ഞു. എന്നെ പറ്റിക്കാനൊരു ശ്രമം നടത്തി. എടുക്കാനാണല്ലോ. അച്ഛൻ രാഷ്ട്രീയക്കാരനാണോ? ഓക്കെ, വീട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചില്ല. അപ്പോൾ പ്ലൂട്ടോ എന്ന് പറഞ്ഞിട്ട് അതാണോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അല്ല എന്ന് പറഞ്ഞ് ചാടിക്കളിച്ചു അല്ലേ? അപ്പോൾ വീനസ്. ഇവിടെ ശ്രദ്ധിക്കൂ. എസ് ആകൃതിയിൽ വീണു. എസ് ആകൃതിയിൽ വീണു മരിച്ചു. അപ്പൊ വീനസ് അല്ലേ? അപ്പൊ അതിന്റെ പേരെന്താവും? വീനസ്. അത് വീണത് എങ്ങനെയാണ്? എസ് ആകൃതിയിലാണ് കിടന്നത്. അപ്പൊ വീണു എസ്, വീനസ്, വീനസ്. അങ്ങനെ കണ്ടുപിടിക്കാൻ പഠിക്കണം അല്ലേ? ശരിയല്ലേ? 3 പോപ്പിൻസ് മുട്ടായിക്കുള്ള ഉത്തരം ശരിയാക്കിയിരിക്കുന്നു. സ്കൂളിൽ പോകുമ്പോൾ ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ പേരെന്താണ്? ഏബിൾ. വളരെ ഏബിളാണോ പുള്ളി? എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കും.
ഏബിളാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ. ചിലപ്പം സഹായിക്കും. ഓക്കെ, ഏബിൾ നല്ലൊരു സുഹൃത്താണ് അല്ലേ? ഏബിളിന് വേണ്ടി ഒരു പാട്ട് പാടാം. പാടൂ. ഒന്നും ആലോചിക്കാൻ സമയം തരാം. ചേട്ടനോട് ചോദിച്ചോളൂ സഹായം ഏത് പാട്ട് പാടുന്നു. ചേട്ടൻ പാടിയത് ഓക്കെ. ചേട്ടനും പരാജയപ്പെട്ടെങ്കിൽ ഞാൻ പറയാം. കാറ്റേ കാറ്റേ എന്നുള്ള പാട്ട് പാടാം. പാടൂ. പാട്ടും മൂളി വന്നു മരത്തില് പാട്ടും മൂളി വന്നു നാലാമത്തെ മുട്ടായിക്കുള്ള അടുത്ത ചോദ്യം തരട്ടെ? റെഡിയാണോ? റെഡി. ഇനി എത്ര ചോദ്യങ്ങളുണ്ട്? 2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. 4ഉം 5ഉം ചോദ്യങ്ങൾ. ഇനി ഇത് 4ാമത്തെ ചോദ്യം. പറഞ്ഞില്ലേ, ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ കിട്ടുള്ളൂ. 2 ലൈഫ് ലൈനുകൾ പോയി കഴിഞ്ഞു. ഇനി ആകെയുള്ള ഒരു ലൈഫ് ലൈൻ എന്താണ്? ഫോണെ ഫ്രണ്ടാണ്. ഇവിടെ ഇരിക്കുന്ന ഏത് ഫ്രണ്ട്സിനെയും ഫോണിൽ വിളിക്കാം. ഓക്കെ, ഒരു പരസ്യവാചകത്തിലെ ശബ്ദമാണ്. പരസ്യവാചകത്തിലെ ഒരു ശബ്ദം കേൾക്കുന്നു. അത് കേട്ടിട്ട് അത് ഏതാണ് എന്ന് പറയണം. ഓപ്ഷൻസ് തന്ന ശേഷം ആരാണ് ആ ശബ്ദം പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന് പറയണം. ഒരു പരസ്യത്തിലെ ശബ്ദമാണ്. ഗുരുജി, ആ ശബ്ദം ഒന്ന് പറയാമോ? കേട്ടു കഴിഞ്ഞോ? ഒന്നും കൂടെ വേണമെങ്കിൽ പറയാം. ഓപ്ഷൻസ് തരട്ടെ? ഈ ശബ്ദം ഓപ്ഷൻ എ സച്ചിൻ തെണ്ടുൽക്കർ, ഓപ്ഷൻ ബി സാനിയ മിർസ, ഓപ്ഷൻ സി മറഡോണ, ഓപ്ഷൻ ഡി ഗിന്നസ് പക്രു. മണിക്കുട്ടി വരുന്നു. ലോക്ക് ചെയ്യാമോ? ഫ്രണ്ട്. ഓക്കെ, മണിക്കുട്ടി അവിടെ നിൽക്കൂ. ഒരു അവസാനത്തെ ഓപ്ഷനും ഇദ്ദേഹം എടുത്തിരിക്കുകയാണ്. ഫോൺ ഫ്രണ്ട് പറഞ്ഞു കഴിഞ്ഞു. മണിക്കുട്ടിയെ നിർത്തി കഴിഞ്ഞു. ഇനി ഫോൺ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫോൺ ചെയ്യാൻ പോവുകയാണ്. ഹലോ, ഹലോ, ആരെയാണ് വിളിക്കേണ്ടത്? ആദിത്യൻ. ആദിത്യൻ എന്ന് പറയുന്ന ഒരാളെയാണ് വിളിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഫോൺ റിംഗ് ചെയ്യട്ടെ? ഹലോ, ഹലോ, ആദിത്യനാണോ? അതെ. ആദിത്യന്റെ ബ്രദർ അച്യുതൻ എന്റെ മുമ്പിൽ ഇരുന്ന് വിയർക്കുകയാണ്. എനിക്ക് കാണാം. 4ാമത്തെ പോപ്പിസ് മുട്ടായിക്കുള്ള ചോദ്യം കിട്ടാതെ അദ്ദേഹം വിഷമിക്കുകയാണ്. ഞാൻ ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ചോദിപ്പിക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ അച്യുതൻ ആ ചോദ്യം ചോദിക്കണം. ഇപ്പോൾ ഒരു ശബ്ദശകലം കേൾക്കും. ആ ശബ്ദശകലം ആര് പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. അത് അച്യുതൻ ഇപ്പോൾ ഒരു സെക്കൻഡ് ഞാൻ ആദിത്യന് ആ ശബ്ദശകലം കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അച്യുതൻ പറയണ്ട, ഗുരുജി ഒന്നുകൂടെ ആ ശബ്ദശകലം. ആദിത്യൻ കേട്ടോ? കേട്ടു. ഈ ശബ്ദം ഒരു പരസ്യവാചകത്തിലെയാണ്. അത് ആരൊക്കെയാണ് അറിയാമോ? ഓപ്ഷൻ ഇല്ലാതെ പറയാമോ? എന്നാൽ സഹോദരന് പറഞ്ഞു കൊടുക്കൂ. മണിക്കുട്ടി ഓടുന്നു. ലോക്ക് ചെയ്യണം. ഓക്കെ, ലോക്ക് ചെയ്തിരിക്കുന്നു. അച്യുത, ചേട്ടനെ വിശ്വസിക്കാമോ? കാരണം
ചേട്ടൻ ബോഡി കാണാണോ? ആരുടെ? അല്ല, ചേട്ടൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ബോർഡിൽ കണ്ട് പറഞ്ഞു കൊടുക്കും. ചേട്ടൻ പറഞ്ഞു തരും അല്ലേ? അപ്പോൾ ഉത്തരം ശരിയായിരിക്കും. ഉറപ്പാണോ? ഉറപ്പാ. ഈ പോപ്പിൻസ് മുട്ടായി 4-5 കിട്ടിയാൽ അത് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? കഴിക്കാൻ. ആര് കഴിക്കും? ഞാൻ തന്നെ. ഒറ്റയ്ക്ക് കഴിക്കും. ഈ അല്ല. ഉത്തരം പറഞ്ഞ് ശരിയാക്കിയാൽ അല്ല. ഞാൻ ചേട്ടന് ഒരെണ്ണം കൊടുക്കും. ഒരെണ്ണം ആ ഇന്നെ വിളിച്ചാ ഒരു പ്രാവശ്യമല്ലേ ചേട്ടനെ വിളിച്ചുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഓഡിയൻസ് പോളിൽ ഓഡിയൻസ് സഹായിച്ചില്ലേ? അപ്പൊ ഓഡിയൻസിന് കൊടുക്കും. ആ. ഓഡിയൻസിന് കൊടുക്കും. മുട്ടായി 2 ചേട്ടൻ. ആ 2 ചേട്ടന്, ഒരെണ്ണം എനിക്ക്. ഓക്കെ. ഉത്തരം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? Yes. പ്രിയപ്പെട്ടവനെ ഒന്നും മിണ്ടാതിരിക്കും കേട്ടോ, അടങ്ങിയിരിക്കുക. ഇല്ലെങ്കിൽ ആദിത്യനെ ഇവിടെ നിന്ന് പുറത്താക്കണോ? വേണ്ട. പുറത്താക്കണം. അടങ്ങിയിരിക്കണം. ഓക്കെ. ഉത്തരം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ആ. ശരിയാണോ? ആണ്. ഉത്തരം ശരിയാണ്. എനിക്കറിയാം. ആരെന്താ കൈയടിക്കാത്ത? കൈയടിക്കും. ഉത്തരം ശരിയാണ്. അവസാന ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. സന്തോഷമുണ്ടോ? 5-ാമത്തെ ചോദ്യം തരട്ടെ? തരട്ടെ? അടുത്ത ചോദ്യം. ആരൊന്നും പറഞ്ഞു. ജെംസ് മുട്ടായി കൊണ്ടൊരു ശില്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഒരു സ്കൾപ്ചർ അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ജെംസ് മുട്ടായി. അതിൽ പല കളറുള്ള മുട്ടായികളാണ് ഉള്ളത്. അതിൽ ഒരു കളറുള്ള മുട്ടായി എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ തകർന്നു വീഴും. ആ കളർ ഏത് എന്നുള്ളത്, ആ നിറം ഏതാണ് ഓക്കേ. ഓപ്ഷൻ അറിയാമോ? അറിയാം. അറിയാം. ഓപ്ഷൻ തരട്ടെ? ആ. നിറം എ വെള്ള, ബി മഞ്ഞ, സി പച്ച, ഡി നീല. നീല. മണിക്കുട്ടി അവിടെ Yes, നീല, എത്തുന്നു. നീല, നീല, നീല. മണിക്കുട്ടി നിൽക്കൂ. ലോക്ക് ചെയ്തിരിക്കുന്നു. ഉത്തരം ശരിയാണ്. ആണ്. എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം? എനിക്ക് ഞാൻ എപ്പോഴും പരസ്യത്തിൽ കാണുന്നത് ഫ്ലാറ്റാണ് ഇപ്പൊ ഞങ്ങൾക്ക് പറയുന്നത്. പരസ്യത്തിൽ എപ്പോഴും കാണുന്ന ചോദ്യം ചോദിച്ചത് അല്ലേ? അതെ. അപ്പൊ ടി വിയിൽ പരസ്യം സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്. ആണ്. ടി വിയിൽ ഏത് പ്രോഗ്രാമാണ് കാണാറ്? നിങ്ങൾക്കും ആകാം. ഈശ്വരൻ. അത് കാണുന്നുണ്ടോ? സന്തോഷം. അത് എല്ലാ കുട്ടികളും കാണുന്നതാണെങ്കിൽ വളരെ സന്തോഷം. ശരി, ഈ ഉത്തരം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ആണല്ലോ. എങ്കിൽ ജയിച്ചു കഴിഞ്ഞു. 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് ഇദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കാമോ? വരൂ. നമ്മുടെ അച്യുതൻ 5 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് ഒരു പോപ്പിൻസ് മുട്ടായിയുടെ ഉടമയായി തീർന്നിരിക്കുകയാണ്. അച്യുതന് പോപ്പിൻസ് മുട്ടായി തരട്ടെ? അതെ. തരട്ടെ? ആ. നിന്നോളൂ. ഇതാ ഒരു പോപ്പിൻസ് മുട്ടായി അച്യുതന് കൊടുക്കുന്നു. അച്യുത വരൂ. അച്യുതന് പോപ്പിൻസ് മുട്ടായി കിട്ടി. മിടുക്കനാണ്. ഓക്കെ. ഓക്കേ. അപ്പോൾ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. ഇനിയും കാണുക. നിങ്ങൾക്കുമാകാം കോടീശ്വരനല്ല, നിങ്ങൾക്കുമാകാം ഒപീശ്വരൻ. ഓക്കെ.